വാർത്തകൾ തുടരുന്നു. റിപ്പബ്ലിക് ഇന്ത്യയിലെ പ്രഥമ രക്തസാക്ഷി സർദാർ ഗോപാലകൃഷ്ണനെ തീരദേശം അനുസ്മരിച്ചു. CPM, CPI സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ എടമുട്ടം പുളിഞ്ചോട് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാമ്രാജ്യത്തിനെതിരായ സമരത്തിൽ ധീരോദാത്തമായ ഒരുപാട് സമരങ്ങളുടെ ചരിത്രം നമ്മുടെ ഓരോ പ്രദേശങ്ങൾക്കും ഉള്ളതാണ്. കേരളത്തിൽ വിശേഷിച്ചും കയ്യൂരിലെയും അതുപോലെ പുന്നപ്രവയല സമരങ്ങൾ തുടങ്ങി അനേകായിരങ്ങൾ ജീവൻ കൊടുത്ത രക്തസാക്ഷിത്വം കൊണ്ട് അങ്ങനെ നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എത്രയോ ഇനിയും അറിയപ്പെടാത്ത ഇനിയും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത എത്രയോ സമരങ്ങളിലൂടെയാണ് രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. പുന്നപ്രവയല സമരത്തിൽ എത്ര പേർ വെടിയേറ്റ് മരിച്ചു എന്ന് ഇപ്പോഴും തിട്ടപ്പെടുത്തിയിട്ടില്ല. എത്ര പേർ മരണപ്പെട്ടു, എത്ര പേരെ വെടിവെച്ചു കൊന്നു, അതുപോലും തിട്ടപ്പെടുത്തിയിട്ടില്ല. പുന്നപ്രവയല സമരത്തിൽ ധീര രക്തസാക്ഷിത്വം വരിച്ച സഖാക്കളുടെ സ്മരണ എല്ലാ വർഷവും ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടി നടക്കുന്നതിൽ ചിലപ്പോഴൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടാറുണ്ട്. സംഘാടക സമിതി ചെയർമാൻ RK ബദറുദ്ദീൻ അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MM വർഗീസ്, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം VS സുനിൽകുമാർ MLA, CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, CPM ജില്ലാ കമ്മിറ്റി അംഗം KV പീതാംബരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, CPM നേതാക്കളായ MK രാമചന്ദ്രൻ, KG സുഖ്ദേവ്, MK ഫൽഗുണൻ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. CPI MLന്റെ ആഭിമുഖ്യത്തിൽ എടമുട്ടത്ത് സംഘടിപ്പിച്ച സർദാർ അനുസ്മരണം ML കേന്ദ്ര കമ്മിറ്റി അംഗം PJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിൽ ഏറ്റവും അധികം ഇന്ന് ഏഷ്യയില് അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ്. ഏത് ശതകോടീശ്വരന്മാരുടെ എണ്ണത്തില്. അങ്ങനെയുള്ള ആ ചൈന കഴിഞ്ഞാൽ ഇന്ത്യക്കാണ്. അപ്പൊ ഇവിടുത്തെ ശതകോടീശ്വരന്മാരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്ക് മുകേഷ് അംബാനി എന്ന് പറഞ്ഞ ആളെ പറ്റി എടുക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ തീരുമാനപ്രകാരമാണല്ലോ പാചകവാതക വിലകളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ആളുകൾ ഇപ്പൊ പാചകവാത വിലക്കെതിരായിട്ട് ഇവിടെയൊക്കെ സമരം ചെയ്ത കാര്യം നിങ്ങൾക്കറിയാം. CPIM പാചകവാത വിലക്കെതിരായി മൻമോഹൻ സിംഗിന്റെ കോലം കത്തിച്ചു. മൻമോഹൻ സിംഗ് വന്നപ്പോ അവിടെ എറണാകുളത്ത് കരികൊടി കാണിക്കുകയുണ്ടായി CPM സഖാക്കൾ. എന്താ പാചകവാത വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സംഘാടക സമിതി ചെയർമാൻ രാജൻ പട്ടാട്ട് അധ്യക്ഷത വഹിച്ചു. CPI ML സംസ്ഥാന സെക്രട്ടറി PN പ്രോവിന്റ്, രാജേഷ് അപ്പാട്ട്, K ശിവരാമൻ, VV ഉല്ലാസ്, KV പുരുഷോത്തമൻ, ജയൻ കോനിക്കര, KB രാഗേഷ്, PC അജയൻ എന്നിവർ പ്രസംഗിച്ചു. RMP നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ചന്തപ്പടിയിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. സംസ്ഥാന ചെയർമാൻ TL സന്തോഷ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ആസാദ്, PJ മോൻസി, KG സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് VM ഭഗവൽ സിംഗ്, VP രഞ്ജിത്ത്, മോചിത മോഹനൻ, AV പ്രദീപ് ലാൽ എന്നിവരും പ്രസംഗിച്ചു. കയ്പമംഗലം ചലിങ്ങാട് അക്ഷര സാംസ്കാരിക സംഘവും തൃപ്രയാർ റൈഹാൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം PA മുഹമ്മദ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അക്ഷരകലാ സാംസ്കാരിക സംഘം പ്രസിഡന്റ് MA റഷീദ് അധ്യക്ഷനായിരുന്നു. PA ഹുസൈൻ, CA ജാഫർ എന്നിവർ പങ്കെടുത്തു. ഡോക്ടർമാരായ സിജുരാജ്, സുകുമാരൻ എന്നിവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. മാല്യങ്കര SNM കോളേജ് വിദ്യാർത്ഥിനി അനീഷ അൻവറിന്റെ ഒരു തുള്ളി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം മതിലകം പുന്നയ്ക്ക ബസാർ തണൽ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്നു. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മതിലകം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കവയിത്രി ബൽക്കീസ് ബാനു കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. കടല് പോലെയായിരിക്കണം, പുഴ പോലെയായിരിക്കണം. പൂ പോലെയെന്ന് വെച്ചാൽ പൂ എന്ന് പറയുന്നത് നല്ല മണവും ആകർഷണവും ഒക്കെ ഉള്ള ഒന്നാണ്. കടലെന്ന് വെച്ചാൽ അതിന് ആഴവും വരപ്പും ഉള്ളതാണ്. പുഴ എന്ന് വെച്ചാൽ അത് വളരെ ശാന്തമായി അതിനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ കാണുന്നവർക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പൊ കവിതയിൽ നിന്ന് പല കവിതയുടെ അർത്ഥങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വായിച്ചിട്ട് അനുവാചകന് എന്താണോ തോന്നുന്നത് അതാണ് കവിത. അവൻ അനുഭവപ്പെടുന്ന ആ അനുഭൂതിയാണ് ശരിക്കും
കവിത എന്ന് പറയുന്നത്. കവിതയുണ്ടാകണം എന്ന് പറയുമ്പോൾ ഒരു അനുവാചകൻ വായിക്കുമ്പോൾ അവൻ അനുഭവപ്പെടുന്ന ആ അനുഭവത്തെയാണ് നമ്മൾ കവിത എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരാൾ വായിക്കുമ്പോൾ ഇതിന് സൗന്ദര്യം തോന്നിയില്ലാന്നല്ലോ. ഉറൂബ് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, കാണുന്നെങ്കിൽ കണ്ണിലാണ് സൗന്ദര്യം. GIO കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ് MS ഷബ്ന അധ്യക്ഷത വഹിച്ചു. GIO ജില്ലാ സെക്രട്ടറി ഷാഹിദ ബീവി, ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ശ്രീജിഷ്, ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് വാഹിദ് മാസ്റ്റർ, അമീന ഷഫീർ, VN ഷബ്ന, ഖദീജാബി ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. ചന്ദ്രാപിന്നി സ്വദേശി പള്ളിപ്പറമ്പിൽ അൻവർ ബുഷ്ര ദമ്പതികളുടെ മകളാണ് അനീഷ അൻവർ. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ കുടുംബശ്രീ അയൽക്കൂട്ട സംഗമം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AR രവീന്ദ്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. CDS ചെയർപേഴ്സൺ പ്രീതി ഹരിദാസ്, ADS ചെയർപേഴ്സൺ കൈരളി പരമു, CDS അംഗം അനിത സുഗുണൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ അയൽക്കൂട്ട അധിവാസ പ്രദേശത്ത് ഇപ്പോൾ നിലവിലുള്ള ദാരിദ്ര്യത്തിന്റെ നമ്മുടെ കുടുംബങ്ങളെ വിമോചിപ്പിച്ച് ക്ഷേമ ഐശ്വര്യ സമൃദ്ധവും പരിഷ്കൃതവും സംസ്കാര രചനയിൽ ക്രിയാത്മക പങ്കാളിത്തം വഹിക്കുമെന്ന് ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ 19 യൂണിറ്റിൽ നിന്നായി 200-ലധികം അംഗങ്ങൾ സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്തു. മതിലകം ഗ്രാമപഞ്ചായത്തിലെ റിപ്പബ്ലിക് ദിന അയൽക്കൂട്ട സംഗമം ഹൈവേ പോലീസ് SI അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന എഴുതി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യത്തെ വാചകം ഇങ്ങനെ കുറിച്ചു: നാം ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ എന്നാണ് തുടങ്ങിയത്. അപ്പൊ ഞാൻ നവംബർ 26 കാര്യം പറയാനുള്ള കാരണം, നമ്മുടെ ഇന്ത്യ പാസ്സാക്കിയത്, ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കിയ ദിനം എന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് റിപ്പബ്ലിക്കായിട്ട് ജനുവരി 26 അത് 1950 ജനുവരി 24 വരും. യഥാർത്ഥത്തിൽ 1949 നവംബർ 26 ഡോക്ടർ അംബേദ്കർ ഇങ്ങനെ തുടങ്ങിയിട്ട് സമർപ്പിച്ചപ്പോൾ ഒരു വാക്യമാണ് പറഞ്ഞത്: ഇന്നലെ വരെയും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പഴിചാരി കൊടുക്കാനായിട്ട് ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു, ഒരു വെള്ളക്കാരനുണ്ടായിരുന്നു. പക്ഷേ ഇന്നു മുതൽ 1949 നവംബർ 26 മുതൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉത്തരവാദികൾ ആരാണ്? നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ്, പക്ഷെ ആരും സ്കൂളിൽ പഠിപ്പിക്കാറില്ല, കരിക്കുലം കമ്മിറ്റി അത് കൺസിഡർ ചെയ്യാറില്ല. എല്ലാവരും ഏത് ജോലിക്ക് തിരഞ്ഞെടുക്കുമ്പോഴും പറയാണ് ഞാൻ ഇന്ത്യൻ ഭരണ, അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ പറയും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാം. ഇന്ത്യൻ ഭരണഘടന ആർക്കറിയാം? ഇവിടെ സംസാരിക്കുന്ന ആർക്കും അറിയാൻ പറ്റില്ല. ഗ്രാമപഞ്ചായത്ത് അംഗം OS ഷെരീഫ അധ്യക്ഷത വഹിച്ചു. PK തസിബ, KK സഗീർ, OS മുഹമ്മദ്, TA ഷാനവാസ്, ശ്രീകല, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. അഴീക്കോട് കോസ്റ്റൽ പോലീസിന്റെയും കടലോര ജാഗ്രതാ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ബൈക്ക് റാലിക്ക് വലപ്പാട് പ്രിയ സെന്ററിൽ സ്വീകരണം നൽകി. വലപ്പാട് പോലീസും ജാഗ്രതാ സമിതിയും സംയുക്തമായി ചേർന്നാണ് സ്വീകരണം നൽകിയത്. തീരദേശ മേഖലയുടെ സുരക്ഷ ലക്ഷ്യമിട്ടാണ് റാലി സംഘടിപ്പിച്ചത്. ബൈക്ക് റാലി നയിച്ച കോസ്റ്റൽ CI TR രാജേഷിന് വലപ്പാട് ജാഗ്രതാ സമിതി അംഗങ്ങൾ ഹാരമണിയിച്ചു. അഷ്റഫ് പൂവത്തെങ്കിലാ, പിന്നെ ആര് വേറെ? പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 65ാം പിറന്നാൾ പതാക ഉയർത്തിയും പ്രതിജ്ഞയെടുത്തും നാടെങ്ങും വിവിധ പരിപാടികൾ. കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് കവർച്ച. വൃദ്ധ സഹോദരിമാരെ കത്തി കാണിച്ച് മോഷ്ടാക്കൾ കവർന്നത് 15 പവൻ. സമ്പൂർണ്ണ പെൻഷൻ ഗ്രാമപഞ്ചായത്ത് എന്ന ബഹുമതിയുമായി കയ്പമംഗലം.
സ്വതന്ത്ര റിപ്പബ്ലിക്കിലെ പ്രഥമ രക്തസാക്ഷി സർദാർ ഗോപാലകൃഷ്ണന്റെ സ്മരണയിൽ തീരദേശം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.